നമസ്കാരം. റാന്നി പഞ്ചായത്തിൽ മാഫിയകളുടെ വിളയാട്ടം. മണ്ണ് കടത്തൽ, പാറഖനനം, പൊതു റോട്ടിൽ തടി കയറ്റൽ, ചോദിക്കാൻ വരുന്നവരെ തല്ലി ഒതുക്കൽ. ഈ മണ്ണ് മാഫിയയുടെ ബിനാമി വടശ്ശേരിക്കരയുള്ള ഒരു IPS റാങ്കിലുള്ള ഒരാളുടെ സഹായമുണ്ടെന്ന് പറയുന്നത്. അതാണ് ഇവർക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തത്. അവന്റെ കയ്യിൽ പണിക്കാർ ബംഗാളികളുണ്ട്. ആരെ വേണേലും കൊല്ലാം, കേസ് പറഞ്ഞാൽ മതി. ഇതാണ് ആ മാഫിയ തലവന്റെ മനസ്സിലിരിപ്പ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വിനോദാണ്. റാന്നി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മുൻ പഞ്ചായത്ത് മെമ്പറാണ്. BJPയുടെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ എൻ്റെ വാർഡിൽ അനധികൃത മണ്ണ് ഖനനമോ അല്ലെങ്കിൽ പാറ ഖനനമോ അല്ലെങ്കിൽ പൊതു റോഡിലിട്ട് തടി കയറ്റുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കാറുണ്ട്. ഒന്ന് പർവ്വതം എന്ന് പറയുന്ന സ്ഥലത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ മിൽമയുടെ ഓപ്പോസിറ്റ് ഒരു യാർഡുണ്ട്, അവിടെ കൊണ്ടിട്ട് കയറ്റും. അത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ തടിയെടുക്കുന്നവരെല്ലാം അത് അങ്ങനെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-ാം തീയതി ഇവിടെ നരുകുഴി പാലച്ചോട് റോഡിൽ പാമ്പോലുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ക്രെയിനും വലിയ ലോറിയും ഒക്കെ കൊണ്ടിട്ട്, പിക്കപ്പ് വാനും ഒക്കെ കൊണ്ടിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തടി ലോഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് 30-ാം തീയതി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 31-ാം തീയതി സർജറി നടക്കുകയും 2-ാം തീയതി ഡിസ്ചാർജ് ആവുകയും 4-ാം തീയതി റിവ്യൂവിന് വേണ്ടിയിട്ട് മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് ഈ ക്രെയിൻ ഡ്രൈവറുമായിട്ട് വണ്ടി വാഹനഗതാഗതം തടസ്സപ്പെടുത്തി ലോഡ് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അന്നേ ദിവസം തന്നെ വൈകുന്നേരം ഇതേപോലെ തന്നെ തിരിച്ച് നരുകുഴിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ ലോഡ് വണ്ടി ഈ റോഡ് തടസ്സപ്പെടുത്തി, ഗതാഗതം തടസ്സപ്പെടുത്തി, നമ്മുടെ വണ്ടി പോകാതെ കൊണ്ട്, നമ്മുടെ വണ്ടിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വണ്ടി പരസ്പരം കടന്നു പോകാൻ പറ്റാതെ വരികയുണ്ടായി. അതിനെ ചോദ്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ലോറി ഓടിക്കുന്ന കൂരി സന്തോഷ എന്നറിയപ്പെടുന്ന ഒരു ലോക്കൽ ഗുണ്ട, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടയാണെന്നാണ് എനിക്ക് അന്വേഷണം മനസ്സിലായത്. നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെ മഹാദേവ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന, മഹാദേവ എർത്ത് വർക്ക്സ് എന്ന് പറയുന്ന മണ്ണ് പാറഖനന മാഫിയയെ കൊണ്ടു നടക്കുന്ന കുറേ ക്രിമിനലുകൾ വന്ന് എന്നെ അതിക്രൂരമായി ആക്രമിച്ചു. അന്ന് ആ ആക്രമത്തിൽ പറ്റിയതാണ്. എൻ്റെ കണ്ണിന് ഇതുണ്ട്. ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ 2 ദിവസം അഡ്മിറ്റായി. ഇയർ ബാലൻസിങ് നഷ്ടപ്പെട്ടു. ക്രൂരമായി തന്നെ മതിച്ചു. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോഡ് കടത്താൻ അല്ലെങ്കിൽ അവിടെ ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടതിനാണ് ഇത്രയും മൃഗീയമായ രീതിയിൽ ഒരു ആക്രമണം നടന്നത്. അതിനുശേഷം 2 ദിവസം മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷെങ്കിൽ ഇവരെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റാന്നി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ നാളെ ഇതുവരെയും ഈ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. കാരണം എൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ച വീഡിയോ, ഞാൻ ഇതിനോടൊപ്പം തന്നെ എന്നെ ആക്രമിച്ച വീഡിയോ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ എൻ്റെ ചില രാഷ്ട്രീയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ അഹിംസയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു മെമ്പറെ എടുത്തിട്ടിരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞ് പോസ്റ്റുകളൊക്കെ ഇടുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ അനുഭവത്തിലേക്കാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ ന്യായീകരിക്കുന്ന രീതിയിലല്ല ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും പ്രതികരിക്കേണ്ടതും. ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന, 7-ാം വാർഡ് മെമ്പറായിരുന്ന, 7-ാം വാർഡിൽ എൻ്റെ വാർഡിലുണ്ടായ ഒരു സംഭവമാണ്. വടശ്ശേരി പഞ്ചായത്തിൽ താമസിക്കുന്ന ചില ക്രിമിനലുകൾ ഇത്തരം രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. നാണക്കേട് കാരണം തന്നെയാണ് ഈ വീഡിയോ പുറത്തു വിടാതിരുന്നതും മീഡിയയ്ക്ക് കൊടുക്കാതിരുന്നതും. നാണക്കേട് കാരണം തന്നെയാണ്. കാരണം എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. എൻ്റെ ബന്ധുക്കളും എൻ്റെ സഹോദരങ്ങളും ഒക്കെ പല മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഇത് മീഡിയയ്ക്ക് കൊടുക്കാതെ കൊണ്ടേയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ പോലും ഇത് ഷെയർ ചെയ്യാതെ കൊണ്ടേയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയോ ആരുടെയോ ഭാഗത്തുനിന്ന് ഈ വീഡിയോ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം തല്ലി കിട്ടി എന്നുള്ളതിൻ്റെ നാണക്കേട് കാരണം മിണ്ടാതിരുന്ന ഞാൻ അതിന് ഇനിയും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. കാരണം അത് ഒരു അനധികൃത മാർഗത്തിൽ പോയതിന് കിട്ടിയ ഒരു ഇതല്ല. ഒരു ചെറിയ ഒരു സംഭവം അല്ലെങ്കിൽ വണ്ടി
ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലോഡ് ഇവിടിട്ട് കയറ്റാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന ചോദ്യത്തിൽ നിന്നുണ്ടായൊരു സംഭവം. ആ സംഭവത്തെ വളച്ചൊടിച്ച് അവർക്ക് പറയാൻ ഒരു തെളിവ് ഒരു ന്യായവുമില്ല. അവർ ഇപ്പം ചില ആൾക്കാർ കമൻ്റ് ഇടുന്നതായിട്ട് കണ്ടൊരു വീഡിയോ ജിതിൻ രാജോ അതുപോലെ തന്നെ രഞ്ജു ഒക്കെ ഷെയർ ചെയ്തതിൻ്റെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു. ഏതോ ഒരു 17 വയസ്സുകാരനെ അടിച്ചു വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ പോലീസിന് അന്വേഷിക്കാമല്ലോ. അന്നത്തെ ദിവസം ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നോ, ആ കുട്ടി സ്കൂളിലായിരുന്നോ, അല്ലെങ്കിൽ അയാളെ അടിക്കുന്ന ആരെങ്കിലും കണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെങ്കിൽ ഒരു പൊതു മേഖലയിൽ നിൽക്കുന്ന എനിക്ക് നേരെ ഇത്തരം അതിക്രമം നേരിട്ടപ്പോൾ നാണക്കേടിൻ്റെ പേരിൽ അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ ആ നാണക്കേടിൻ്റെ പേരിൽ മറച്ചു വെച്ചുവെങ്കിലും ഇത് നാളെ നിങ്ങൾക്കും നമുക്കും ഒക്കെ സംഭവിക്കാമെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം. ഇതുപോലെ കയ്യൂക്കിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അസാൻമാർഗിക പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ, ഒരു 10ഓളം കായബലമുള്ള ആൾക്കാരെ ഓൾവേസ് കൊണ്ട് നടന്നുകൊണ്ട് ഇവിടെ കല്ലുപൊട്ടിയിലും മണ്ണ് മാഫിയ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഇത്തരം മാഫിയകളുടെ തീട്ടൂരത്തിനൊപ്പിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലത്തോടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കാനൂടെ ഈ വീഡിയോ ഉപകരിക്കട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. തല്ല് കിട്ടി, ശരിയാണ്, നല്ല ബേഷായിട്ട് കിട്ടി. ആ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാം. പക്ഷെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് പോയിട്ട് കിട്ടിയതല്ല എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെൻ്റെ വണ്ടി തല്ലിയതായിട്ടൊക്കെ ഇതെന്റെ വണ്ടി വലുതായിട്ടേക്കും. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.